നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വിസ്മയ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിതയും വിൽമോറും ഭൂമിയിലേക്ക്. MG സർവകലാശാല കലോത്സവത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ വേനൽ മഴ സജീവമാകും. ഇടിമിന്നൽ മുന്നറിയിപ്പും. പാലക്കാട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. തിരുനക്കര ഉത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. SpaceX ഡ്രാഗൺ പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചു. 9 മാസമാണ് ഈ പേടകത്തിന് വേണ്ടി ലോക ജനത കാത്തിരുന്നത്. ഇനി 19-ന് സുനിതയ്ക്കും വിൽമോറിനും മടങ്ങാം. നിലയത്തിന്റെ നിയന്ത്രണം പുതിയ ക്രൂ ടെന്നിന് നൽകാനുള്ള കാലതാമസമാണ് അതുവരെ മടക്കയാത്ര നീട്ടിയത്. സുനിതയ്ക്കും വിൽമോറിനൊപ്പം US-ന്റെ നിക് ഹോക്ക്, റഷ്യയുടെ അലക്സാണ്ടർ ഗോർബിനോവ് എന്നീ യാത്രക്കാരും തിരികെത്തും. MG സർവകലാശാല ദസ്തക്കണ്ടിൽ ലാസ്റ്റ് ബ്രീത്തിന് തുടക്കം കുറിച്ച് തൊടുപുഴ അൽ-അസർ ക്യാമ്പസ്. ഉദ്ഘാടന ദിവസമായി ഇന്ന് വൈകിട്ട് 7-ന് സാഹിത്യകാരൻ PV ഷാജികുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 9 വേദികളിലായി 22 ഗ്രൂപ്പ് ഇനങ്ങൾ ഉൾപ്പെടെ 88 ഇനത്തിലേക്കാണ് മത്സരം. 278 കോളേജുകളിൽ നിന്നായി 6396 മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കുചേരും. സിനിമാ താരം ആസിഫ് അലി 23-ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ വേനൽ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തുടനീളം 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര ദർശനത്തിന് പുറമെ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ പ്രശസ്തമായ തിരുനക്കര പകൽപൂരം മാർച്ച് 21-ന് നടത്തപ്പെടും. 22 ആനകൾ പൂരത്തിന് ക്ഷേത്രപറമ്പിൽ എത്തും. പത്മശ്രീ പെരുമനം കുട്ടന്മാരാരും 101 കലാകാരന്മാരും ഒരുങ്ങുന്ന പഞ്ചാരിമേളവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിതയും വിൽമോറും ഭൂമിയിലേക്ക്. MG സർവകലാശാല കലോത്സവത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ വേനൽ മഴ സജീവമാകും. ഇടിമിന്നൽ മുന്നറിയിപ്പും. പാലക്കാട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. തിരുനക്കര മഹോത്സവത്തിന് കൊടിയേറി.